ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ബോട്ടിലുകൊണ്ട് ഇതേപോലെ ഒരു വയലിനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം നന്നായിട്ട് ഈ ഒരു ബോട്ടിൽ, നമ്മൾ ലിക്കറിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ ഏകദേശം ഒരു വയലിൻ്റെ ഷേപ്പ് കിട്ടിയപ്പോൾ ഞാൻ എടുത്തതൊന്ന് ക്ലീൻ ചെയ്യാൻ, നന്നായിട്ട് ക്ലീൻ ചെയ്യുക. സോപ്പൊക്കെ ഇട്ടിട്ട് ചെളിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക. നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷമാണ് എന്നാലും നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ മേൽഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഒരു റീപ്പറിൻ്റെ കഷ്ണം, ഒരു വുഡിൻ്റെ കഷ്ണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിലുള്ള ഒരു വുഡിൻ്റെ കഷ്ണം വെച്ച് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലൊരു കാർഡ്ബോർഡ് നമ്മൾ വെട്ടിയെടുക്കുക. അതിൻ്റെ ആ ഹൈറ്റ് അനുസരിച്ച്, എത്ര ഹൈറ്റാണ് നമുക്ക് അവിടുന്ന് വേണ്ടത് ആ ഹൈറ്റ് അനുസരിച്ച് ഒരു കാർഡ്ബോർഡ് നമ്മളതിൽ വെട്ടിയെടുക്കുക. അപ്പോൾ ഇച്ചിരി ഫാസ്റ്റായിട്ടാണ് വീഡിയോ കാണിക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോസ്. ഓക്കെ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ഷേപ്പും ലെങ്ത്തും നമ്മൾക്ക് നോക്കാൻ പറ്റും, എത്രയാണ് നമുക്ക് വേണ്ടത്. ഏകദേശം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമുക്കൊരു വയലിനെ പോലുള്ള ഏകദേശം ഹൈറ്റും ഇതും, പിന്നെ ഹൈറ്റ് വേണ്ടവർക്ക് കറക്റ്റ് ഹൈറ്റ് ഞാൻ എത്ര എടുത്തതെന്നുള്ളത് ഞാൻ മെഷർമെൻ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഈ ഹൈറ്റ് നമ്മൾ ഏകദേശം അവിടുന്ന് ആ ബെൻഡ് മുതൽ മേളിൽ വരെ കണക്കാക്കിയതിന് ശേഷം നമ്മളവിടെ കട്ട് ചെയ്തിട്ട് ആ ഒരു സ്പേസ് അവിടെ വെക്കുക. ഇപ്പോൾ നമുക്ക് ആ പാരലി ഇതിൻ്റെ മേളിൽ നമ്മളത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അതിനനുസരിച്ച് ഈ ഇപ്പുറത്തുള്ള ബോട്ടിൽ എത്ര വരുന്നോ അതേ സർഫസ് തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഹൈറ്റ് റെഡിയായിട്ട് വേണം നമ്മൾ തിക്നെസ് നോക്കാൻ, ഈ കാർഡ്ബോർഡിൻ്റെ തിക്നെസ്. അപ്പോൾ ആദ്യം ഒരു ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മേളിലും കൂടെ ഞാൻ ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അഥവാ അത് കിട്ടിയില്ലെങ്കിൽ ഒരു എക്സ്ട്രാ കാർഡ്ബോർഡും കൂടെ വെച്ചിട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പിലേക്ക് മുഴുവൻ നമ്മൾ ഈ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയറിൽ ഒരു പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് രണ്ടാമത്തെ ലെയറിലും കൊടുത്താൽ മതി. ഞാൻ ആദ്യത്തെ ലെയറിൽ ഒരു പെയിൻറ്റ് കൊടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത്. കാരണം ഇടയിൽ കൂടെ കാണുമ്പോൾ അതൊരു ബോറാവാണ്ടിരിക്കാൻ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ട് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ പെയിൻറ്റിങ് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിൽ ഒരു ലെയർ കൊടുത്ത് നമ്മളതിന് ശേഷം ഒരു ലെയറും കൂടെ നമ്മളതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അല്ലെങ്കിൽ ആ ബോട്ടിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ പെയിൻറ്റിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പിന്നെയും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒരു ലെയറും കൂടെ നമ്മൾ കൊടുക്കുക. അതായത് നമ്മൾ ഇതിൻ്റെ മേലെ ഇതേ ഹൈറ്റും ഇതേ ബ്രെഡ്ത്തും വെച്ചിട്ട് ഒരു ലെയറും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. ആ ലെയറിൽ നമ്മൾ ഇതിൻ്റെ മേളത്തെ ആ പോർഷൻ വലിച്ച് കീറിക്കളയണം. അപ്പോൾ നമുക്കിങ്ങനെ ലൈൻസ് പോലെ കിട്ടും കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ. നോർമലി എല്ലാവരും ചെയ്തിട്ടുണ്ടാകും. നമ്മൾ വീടൊക്കെ ചെയ്യുമ്പം വീടിൻ്റെ ഓട് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വലിച്ച് കളയാറുണ്ട്. വീടിൻ്റെ ക്രാഫ്റ്റ് ടോപ്പ് പോർഷൻ, റൂഫ് പോർഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാറ്. എന്നിട്ട് നമ്മളിങ്ങനെ വേറെ പോർഷൻ അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് താഴേക്ക് ഇറക്കിയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആ ഒരു ബെൻഡ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നി. എന്നിട്ട് ഒരു കാർബോണിൻ്റെ കഷ്ണം നമ്മൾ അവിടെയും ഒട്ടിക്കുക. എന്നിട്ട് ഇതുപോലെ വൈറ്റ് ഡോട്ട്സ് നമ്മൾ ഇട്ട് കൊടുക്കുക. നല്ല രസമായിരിക്കും കാണാൻ. മണ്ടാല ആർട്ടിലൊക്കെ ചെയ്യുന്ന പോലെ വൈറ്റ് ഡോട്ട്സ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്ട്രിങ്സ് കെട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് അടിഭാഗത്ത് നമ്മളൊരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് കിട്ടും. നമുക്ക് ആ സ്റ്റിക്ക് നടുക്കൂടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ പാരലായിട്ട് ഒരു 5 എണ്ണം, നമുക്ക് ഏകദേശം ഹൈറ്റ് അനുസരിച്ച് 6 വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഒരു ഡിഫറൻസ് വെച്ച് ഏകദേശം അതിൻ്റെ അടിയിൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒട്ടിക്കുക. അപ്പോൾ ആ ബെൻഡ് അങ്ങോട്ടും ഇപ്പുറത്തേക്കും വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി രസം ഉണ്ടാവും. 1.5 ഇടം വിട്ട് ഇപ്പുറത്തേക്കും വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളതിന് വൈറ്റ് ഒരു സ്ട്രിങ്ങാണ് ഞാൻ എടുക്കുന്നത്. വൈറ്റ് ഒരു നൂലെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ സ്ട്രിങ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ആ ഒരു അടിയിലൊരു പാരലി നമ്മളൊരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചതിന് ശേഷം അതിൽ കെട്ടിയിട്ട് മുകളിലേക്കും താഴേക്കുമായിട്ട് ചെയ്യുക. എന്നിട്ട് സൈഡിൽ നമ്മൾ സ്ക്രൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സ്ക്രൂ വെച്ചിട്ടാണ് അതിലേക്കാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. കാണാമല്ലോ. ഇപ്പോൾ ഫൈനൽ ഏകദേശം ലുക്ക് ഇതുപോലെ ഇരിക്കും. നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എളുപ്പമുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, ഇത് ഞാൻ പുറത്തുനിന്ന് ഒരു ഔട്ട്ഡോറായിട്ട് എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. സിമ്പിളായിട്ട് നമ്മുടെ ഒരു വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ബോട്ടിലുകൊണ്ട് നമുക്ക് ചെയ്യാം. പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യേണ്ടവർക്കും ഏകദേശം ഈ ഷേപ്പ് കിട്ടുവാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാം. കാർഡ്ബോർഡ് കൊണ്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.